തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് സംബന്ധിച്ച് തർക്കം പരിഹരിക്കാൻ സർക്കാരും കമ്മീഷനും തമ്മിലുള്ള ചർച്ച പരാജയം. യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയും കമ്മീഷനും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. തെരഞ്ഞെടുപ്പ് നടത്താത്ത കമ്മീഷനായി താൻ മാറുമെന്ന് ശശിധരൻ നായരോട് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒടുവിൽ എല്ലാം ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമായിരുന്നു ചർച്ച. 2010 വാർഡുകളെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കമ്മീഷണറും പുതിയ 28 നഗരസഭകൾ ഉൾപ്പെടുത്തണമെന്ന് സർക്കാരും വ്യക്തമാക്കി. നഗരസഭകളുടെ പുനർവിജ്ഞാപനം നിയമപ്രശ്നം സൃഷ്ടിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. തുടർന്നായിരുന്നു മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും കമ്മീഷണറും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമുണ്ടായത്. തെരഞ്ഞെടുപ്പ് നടത്താത്ത കമ്മീഷണറായി സ്ഥാനത്തു നിന്നും ഇറങ്ങേണ്ടി വരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായരെ ഒരു ഘട്ടത്തിൽ മന്ത്രി ഭീഷണിപ്പെടുത്തി. പോകാൻ തയ്യാറാണെന്ന് കമ്മീഷണർ തിരിച്ചടിച്ചു. ഈ ഘട്ടത്തിലാണ് സെപ്റ്റംബർ 3 കോടതിയിൽ വാദം തുടങ്ങുന്നതോടെ തീരുമാനത്തിലെത്താമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. കോടതി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നീട്ടുന്ന കാര്യം പരിഗണിക്കാമെന്ന് കമ്മീഷണറും വ്യക്തമാക്കിയതോടെ യോഗം അവസാനിച്ചു. ഈ പുതിയ ആയിട്ട് അംഗീകരിച്ച മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനോട് വരുമ്പോൾ അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 3-ാം തീയതി ഹൈക്കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ഈ പ്രശ്നം ഗവൺമെൻറ് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരും. കോടതിയുടെ തീരുമാനമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. സെപ്റ്റംബർ 3 കോടതിയിൽ അനുകൂല തീരുമാനമുണ്ടായാൽ പിന്നെ കാത്തിരിക്കില്ലെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. സർക്കാർ സത്യവാങ്മൂലത്തിന് എതിർ സത്യവാങ്മൂലം നൽകുകയുമില്ല. വിധി സർക്കാരിനെതിരായാൽ അടുത്ത ദിവസം തന്നെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കും. എം. സനീഷ് കുമാർ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.